ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നവരാണ്. ഇപ്പോൾ എവിടെ നിന്ന് എൻ്റെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ ചേരുന്നത്. 150 കുട്ടികളിൽ 113 പേര് ഇക്കൊല്ലം സ്ത്രീകളായിരുന്നു, ബാക്കി മാത്രമേ ജനിച്ചു. പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജാക്കട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാക്കട്ടെ, സ്കൂൾ റൂമിലാക്കട്ടെ, ഏത് രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഡാൻസിലായിക്കോട്ടെ, കലാപരിപാടിയിലായിക്കോട്ടെ, സെക്ടർ എല്ലാത്തിലും അവർ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് അവര് ആ ശക്തി കാണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അപ്പുറമോ നിൽക്കുന്ന നായിക, പെണ്ണ് നടക്കുന്നത് ഭൂമി പോലും അറിയരുത് എന്ന് പറഞ്ഞിരുന്നവർക്ക് മുന്നിൽ വില്ലന്മാരുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് തോക്കു ചൂണ്ടിയ തന്റേടി, കണ്ണീരല്ല കയ്യൂക്കാണ് പെണ്ണിന്റെ കരുത്തെന്ന് വെള്ളിത്തിരയിൽ തെളിയിച്ച നായിക. പോലീസ് യൂണിഫോം ഇത്രയും ഭംഗിയായി ചേരുന്ന മറ്റൊരു നടിയില്ല. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് മലയാളത്തിന്റെ ആക്ഷൻ ക്വീൻ ശ്രീമതി വാണി വിശ്വനാഥ്. വാണി മാമിനെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായി ശ്രീമതി ലതാ കൃഷ്ണകുമാറോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി വാണി വിശ്വനാഥിന് ഒരു സ്നേഹോപഹാരം നൽകാനായി ശ്രീ VC പ്രവീൺ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മളോട് സംസാരിക്കാനായി നാം കാതോർത്തിരിക്കുന്നത് താങ്ക് യു. അമ്മ പറയൂ. മോളുടെ അച്ഛൻ പേര് കേട്ട ഒരു നല്ല ജ്യോതിഷൻ. നിങ്ങൾ ചെരുപ്പ് കടയിലേക്ക് പോയിട്ടുണ്ടോ? അവിടെ എത്ര സൈസ് വരെയുള്ള ചെരുപ്പുകൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു. പറഞ്ഞു മാക്സിമം ഒരു 12. ഈ 12 വരെ സൈസുള്ള ചെരുപ്പ് വെച്ച് ഈ കോടാനുകോടികൾ ഇടുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 27 നക്ഷത്രവും 24 മണിക്കൂർ നാഴിക വിനാഴിക വെച്ച് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജാതകം എഴുതിക്കൂടാ എന്ന് അച്ഛൻ ചോദിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. പക്ഷെ അതിനെ തന്നെ നമ്മൾ വിശ്വസിച്ചിരിക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പൊ തമിഴില് വൈരമുത്തു സാർ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, വിധിയെ നിனைப்பவൻ ഏമാളി അതെ വെன்று വിടുപവൻ അറിവാളി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വിധിയെ വിശ്വസിച്ചിരിക്കാതിരിക്കുക, അതിൽ തന്നെ മുഴുകിയിരിക്കാതിരിക്കുക, അമിതമായ വിശ്വാസം ഒന്നിലും അർപ്പിക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത് പോലീസ് ആവണം എന്നൊന്നും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ ഇപ്പോൾ സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും എത്ര തന്നെ ഡോക്ടർ ആവണമെന്നും എഞ്ചിനീയർ ആവണമെന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ആ കുഞ്ഞുങ്ങളുടെ മോഹം എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചർ ആവണം എന്നായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്കൂൾ ടീച്ചർ ആകാനാണ് എനിക്കിപ്പോഴും ഒരു മോഹം എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഹാപ്പി വിമൻസ് ഡേ. വിഷ് യു ദ സെയിം. താങ്ക് യു. ആൺപെൺ സമൂഹത്തിലുണ്ടല്ലോ, അപ്പോൾ നമ്മളുടെ ആൺപെൺ ഇപ്പോൾ ഡോമിനേഷൻ അല്ലെങ്കിൽ ഉണ്ടായത് കൊണ്ട് തെറ്റില്ല. എനിക്ക് തോന്നുന്നവർക്ക് ഡോമിനേഷൻ ഉണ്ടാവാം. പക്ഷെ അവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത് ഒരു പെണ്ണാണെന്ന ബോധം എപ്പോഴും അവർക്ക് ഓർമ്മയിൽ ഉണ്ടായാൽ മതി.